لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي ينقض ظهرك ورفعنا لك ذكرك. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് പടച്ചവൻ നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്കെല്ലാം കാണാപാഠമുള്ള സൂറത്ത് ശറഹിലെ ആദ്യത്തെ 2 വചനങ്ങളാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടി എന്തെല്ലാം ആവശ്യമാണോ അതിലെല്ലാം വളരെ താല്പര്യത്തോടുകൂടെ നമ്മളെല്ലാവരും പരിശ്രമിക്കാറുണ്ട്. പണം ജീവിതത്തിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും നേടിത്തരുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട് തന്നെ പണത്തിനു വേണ്ടി അത് നേടിയെടുക്കാൻ എന്തെല്ലാം വഴികളുണ്ടോ അതെല്ലാം തേടുന്നവരും മനസ്സും ശരീരവും മറന്ന് അധ്വാനിക്കുന്നവരുമാണ് നമ്മളെല്ലാം. അതുകൊണ്ട് ജീവിതത്തില് അനുകൂലങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടാകണമേ എന്ന് ആശിക്കുന്നവരും പരിശ്രമിക്കാറുമുള്ളവരാണ് നമ്മൾ. പക്ഷേ എന്തെല്ലാം സംഗതികളും നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയണോ അതിനൊരു നല്ല മനസ്സ് ആവശ്യമാണ്. നല്ല മാനസികമായ അവസ്ഥയെ വിശേഷിപ്പിക്കുകയാണ് ഖുർആൻ ഇൻശിറാഹു സദ്ർ എന്ന വാക്കിലൂടെ ഉപയോഗിക്കുന്നത്. നല്ല മാനസികമായ ഒരവസ്ഥ. ഇൻശിറാഹു സദ്ർ എന്ന് പറഞ്ഞാൽ അതിന് സത്യത്തിൽ നേർക്ക് നേരെ
അതിന് അർത്ഥം പറയാൻ കഴിയില്ല. അത് പ്രയാസമാണ്. സത്യത്തിൽ നന്മ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സംതൃപ്തി നിറഞ്ഞ വലിയൊരു ധൈര്യം നമുക്ക് പ്രദാനം ചെയ്യുന്ന, വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥക്കാണ് അറബിയിലെ ഇൻഷിറാഹു സദ്ർ എന്ന് പറയുക. ജീവിതത്തിലെ ഏതൊരവസ്ഥയിലും ഇത്തരം ഒരു മാനസികാവസ്ഥ കെടാതെ നിലനിർത്താൻ നമ്മൾ പരിശ്രമിച്ചാൽ നമ്മളുടെ എല്ലാ രാപ്പകലുകളും, അത് ഏത് പ്രായത്തിലുള്ളതാവട്ടെ കേട്ടോ, ഏത് നേരത്തുള്ളതാണെങ്കിലും, രോഗമുള്ളപ്പോഴാണെങ്കിലും രോഗമില്ലാത്തപ്പോഴാണെങ്കിലും, ജീവിത സാഹചര്യങ്ങളെ നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് ഈ ഒരു മാനസികാവസ്ഥയുടെ പ്രത്യേകത. നിങ്ങൾ നോക്കിയേ, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടമാണല്ലോ. ഒരു യാത്രക്കൊരുങ്ങുകയാണ് മൂസാ നബി അലൈഹിസ്സലാം. അള്ളാഹു നുബുവത്ത് കൊടുത്തിട്ട് തുടങ്ങിക്കോ, പ്രബോധനം തുടങ്ങുന്നത് പറഞ്ഞപ്പോ അള്ളാഹുവിനോട് ആദ്യം ആവശ്യപ്പെട്ടത് എന്താ? റബ്ബി ശ്റഹ് ലീ സദ്രീ. അർത്ഥം പറയണ്ടല്ലോ. ഇൻഷിറാഹു കൊണ്ട റബ്ബേന്ന് എന്താണ് അതിന്റെ അർത്ഥം? വിശാലത നിറഞ്ഞ സന്തോഷവും ആത്മധൈര്യവും നിലനിൽക്കുന്ന ഒരു മാനസികാവസ്ഥ തരയണമേ റബ്ബേ എന്നാണ്. ഏത് പ്രതികൂലാവസ്ഥയും മനസ്സിനെ സ്വാധീനിക്കാതെ, മനസ്സിന്റെ സമനില തെറ്റാതെ, അസ്വസ്ഥതപ്പെടുത്താതെ മനസ്സ് നിലനിന്ന് കിട്ടുക എന്നതാണ് ആ പദത്തിന്റെ അർത്ഥങ്ങളിന്റെ കൂടെ പറഞ്ഞട്ടോ. അങ്ങനെ നിലനിന്നാൽ പ്രിയരെ, നമ്മളെപ്പോഴും സന്തോഷവാന്മാരായിരിക്കും. ഒരു പക്ഷേ ചില ആളുകളെ നോക്കിയിട്ടുണ്ടോ, ജീവിതത്തിൽ പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുന്ന ചില വ്യക്തികൾ അതീവ സന്തോഷമുള്ള ആളുകളായിരിക്കും. എന്നാൽ പ്രത്യേകിച്ചൊരു പ്രശ്നമില്ല, ആരോഗ്യത്തിനൊരു പ്രശ്നമല്ല, സാമ്പത്തികപരമായി ഒരു ബുദ്ധിമുട്ടില്ല, അയാൾക്ക് അങ്ങനെ പറയത്തക്ക ഒരു മാരക രോഗമൊന്നുമില്ല. എന്നാലും അങ്ങനത്തെ മനുഷ്യന്മാര് ചില ഘട്ടങ്ങളിൽ അസ്വസ്ഥരായി നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ രോഗങ്ങളോ ഭൗതിക കാരണങ്ങളോ ഒന്നുമല്ല, മറിച്ച് നമ്മളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതിയാണ്. പ്രതികൂലമായ പ്രബോധന സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകി എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ഒരു സൗഭാഗ്യത അറിയോ? ആണ് ഞാൻ ഓതി വെച്ച ആയത്ത്, അലം നശ്റഹ് ലക സദ്റക. സുലേ, അങ്ങേക്ക് നമ്മൾ ആ മനസ്സിനെ എന്തു ഉൾക്കൊള്ളാൻ കഴിയാവുന്ന വിധത്തിൽ ഒരു ഹൃദയ വിശാലത തന്നില്ലേ? നീട്ടി പറയല്ല പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് ഒന്ന് പരിശ്രമിച്ചുകൂടാ? അല്ലെ, എന്തുകൊണ്ടൊന്ന് പരിശ്രമിച്ചുകൂടാ? മനുഷ്യന്റെ സുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, മനസ്സിന്റെ സുഖമാണ്. മനുഷ്യന്റെ സുഖം മനസ്സിന്റെ സുഖമാണ്. എങ്കിൽ എങ്ങനെയാണ് അത് നമുക്ക് കിട്ടുക? നമ്മളിപ്പം ചെയ്യുന്ന പണികളല്ലേ, എങ്ങനെയാണ് ഒന്നും കൂടി ഓർത്തെടുക്കുക എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ പറഞ്ഞുതരാം. ചില ഉലമാക്കള് 10 പ്രധാനപ്പെട്ട കാരണങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയതലങ്ങൾ ചേർത്തുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. 10 വിശാലമാണ്. എന്നാൽ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞു തരാം. ആ 10 ജീവിതത്തിലേക്കൊന്ന് ഓർത്തെടുത്ത് വെക്കേണ്ട സ്ഥാനങ്ങളിൽ ഇങ്ങനെ വെച്ചുകൊടുത്താൽ ഇന്നത്തെ പകലിനേക്കാളും നാളത്തെ പകലിനെ നമുക്ക് സന്തോഷമാക്കാൻ കഴിഞ്ഞേക്കാം. പ്രതികൂലവും വിഷമകരവുമായിട്ടുള്ള എന്തെല്ലാം അവസ്ഥകൾ ഉണ്ടെങ്കിലും ശരി, നമുക്ക് നല്ല ഒരു മനസ്സ് നേടിയെടുക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളുടെ കേന്ദ്രം ഹൃദയമാണ്, മനസ്സാണ്. പ്രശ്നങ്ങളുടെ പരിഹാരവും ഹൃദയമാണ്.
ആണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പ്രശ്നവും ഇവിടെ തന്നെയാണ്, പരിഹാരവും അവിടെ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണമെന്നറിയോ? ഒന്നാമതായി ദീൻ നമ്മളോട് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്ന്. തുടക്കം തന്നെ ആദർശപരമായ ഒരു തുടക്കമാണ്. എപ്പോഴെങ്കിലും നമ്മളൊരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുക. ഖുർആൻ മുഴുവനും നമ്മളൊരു ആവർത്തി ഇങ്ങനെ വായിച്ചാൽ ഈ ആശയാണ് നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. എങ്കിൽ ചില ആളുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരാൾക്ക് അയാൾ ഇഷ്ടപ്പെട്ട തരത്തിൽ വിവാഹം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടതുപോലെ നല്ല വീടുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, അയാൾ ആഗ്രഹിച്ചതിലേറെ അയാൾക്ക് സമ്പത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ നോക്കിയാൽ സ്വസ്ഥത എന്ന് പറയുന്നതൊന്നുമില്ലാത്ത ഇതെല്ലാം ലഭിച്ച ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരു ഖനാഅത്തുൽ ഖൽബ് കിട്ടാതെ പോവുക, സമാധാനം ധനം കൊണ്ട് കിട്ടൂല, ഈ മനസ്സുഖം ആരോഗ്യം കൊണ്ട് കിട്ടൂല. അത് കിട്ടണമെങ്കിൽ, അത് ലഭിക്കണമെങ്കിൽ കൽബിനെ സൃഷ്ടിച്ച സ്രഷ്ടാവ് ആ കൽബിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ഇതിനെ സൃഷ്ടിച്ച പടച്ചോൻ ആ കൽബിൽ ഉണ്ടായിരിക്കണം. ആ സൃഷ്ടാവിന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമാകണം. ഈ മനുഷ്യന് ദുനിയാവിൽ ഒന്നും കിട്ടിയില്ലേലും മനസ്സമാധാനം അയാൾക്കുണ്ടാവും. ഇല്ലെങ്കിൽ എന്തെല്ലാം കിട്ടിയാലും മനസ്സമാധാനം അയാൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ അള്ളാഹുവിനെ എന്റെ നാഥനായി വിശ്വസിച്ചു എന്ന് പറയാനല്ലല്ലോ നമ്മളോട് പറഞ്ഞത്. റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ നബിയ്യൻ വബിൽ ഇസ്ലാമി ദീന. റളീതു എന്നാണ് പറയാൻ പറഞ്ഞത്. എന്താണ് റളീതു എന്ന് പറഞ്ഞാൽ? ഞാൻ തൃപ്തിപ്പെട്ടു എന്നാ. ജീവിതത്തിലെ എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാവണം. ഒരാള് നമ്മളെ കുറ്റപ്പെടുത്തി, എന്നാല് ഞാൻ എന്തായാലും എന്റെ റബ്ബിന് വിരുദ്ധമായി ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ ടെൻഷനാവുന്നത്? കഴിഞ്ഞല്ലോ. ഇഖ്ലാസ്, അള്ളാഹുവിനെ പ്രതീക്ഷിക്കുക. എന്റെ കാര്യത്തിൽ, ഞാൻ പറയുന്ന വാക്കൊന്നുകൂടി ശ്രദ്ധിക്കണം, എന്റെ കാര്യത്തിൽ അള്ളാഹുവിന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനമാണ് എനിക്കിപ്പോ വന്നിട്ടുള്ളത്. അതെന്താവട്ടെ സാഹചര്യം, അങ്ങനെ ആ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദുള്ള ഒരാൾ, അള്ളാഹുവിന് ജീവിക്കുന്ന ഒരാൾ, പിന്നെ അവന്റെ മനസ്സ് അസ്വസ്ഥമാവൂല. അതാണ് അലം നശ്റഹ് ലക സദ്റക എന്ന് പറഞ്ഞാൽ, ഇൻശിറാഹു സദ്റ കിട്ടുക എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ പറയുമ്പോ ഞാൻ എന്നെയാണ് വിലയിരുത്തേണ്ടത്, നിങ്ങൾ നിങ്ങളെയാണ് ആലോചിക്കേണ്ടത്. രണ്ടാമത്തത്, നമ്മുടെ മനസ്സുകൾക്ക് അല്ലാഹു ഒരു വെളിച്ചം തരും. ആ നൂറിന് വേണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ഈമാനിന്റെ പ്രഭ നമ്മുടെ കൽബിന് അല്ലാഹു തരും. കാരണം എന്താ അറിയാം? ഈ വെളിച്ചം അണഞ്ഞാൽ ഇരുട്ടാണ് ഉണ്ടാവുക. അള്ളാന്റെ വെളിച്ചം നമ്മുടെ കൽബിലേക്ക് കിട്ടിയാൽ നമ്മൾ നടക്കുന്ന വഴി പ്രഭാപൂരിതമായിരിക്കും. വെളിച്ചം നമ്മിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഹാഫിൽ ഇബ്രാഹിം, ഹാഫിൽ ഇബ്നു റജബ് റഹിമഹുള്ള പറയുന്നുണ്ട്, ഫൽ ഖൽബുൽ ലദി ദഖലഹു നൂറുൽ ഈമാൻ. ഈമാനിന്റെ വെളിച്ചം ഒരാളുടെ കൽബിലേക്ക് പ്രവേശിച്ചാൽ അങ്ങനെയുള്ള മനസ്സെങ്ങനെ അറിയാമോ? വൻശറഹ ബിഹി വൻഫസഹ. അത് വിശാലമായിരിക്കും, അത് ശാന്തമായിരിക്കും. യസ്കുനു ഇലൽ ഹഖ്. അതെപ്പോഴും സത്യത്തിലേക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടും. വയത്തുമയ്യുന്നു ബിഹി. അതുകൊണ്ട് അവൻ സമാധാനം കൊള്ളുകയും ചെയ്യും. ഒട്ടും വെളിച്ചം കിട്ടാത്ത ഒരുപാട് അവസ്ഥകൾ, നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ. ഞാൻ ആ ഭാഗം വിശദീകരിക്കല്ല, ഒരു സൂചന മാത്രം തന്നതാണ്. എന്തെങ്കിലും വരുമ്പോഴൊക്കെ അസ്വസ്ഥമാകാം. നേരത്തെ പറഞ്ഞ അള്ളാഹുവിലേക്ക് ചേർക്കാൻ കഴിയാതിരിക്കുക. ചില മനുഷ്യന്മാരങ്ങൾ ആലോചിച്ച് നോക്കിയുണ്ടോ? ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അതെന്താ ആദ്യം പറയാന്നറിയോ? ദുനിയാവല്ലേ, ദുനിയാവ് അങ്ങനെ തന്നെയാണ്. അതൊക്കെ ഉണ്ടാവും. എന്ത് ഏറ്റെടുക്കാനുള്ള കരുത്ത് എന്ന് വെച്ചാൽ വെളിച്ചം വന്നാൽ ഇരുട്ട് നീങ്ങും. അത്രയാണ് ആ ഭാഗം പറയുന്നത്. മൂന്നാമത്തെ ഒരു സംഗതി,
തഹ്സീലുൽ ഇൽമി നാഫിഅ, ഉപകാരമുള്ള അറിവുകൾ ഇങ്ങനെ നേടിയെടുക്കാനുള്ള ത്വര, അഭിവാഞ്ച അയാളിൽ ഉണ്ടാവും. ഓക്കെ, പ്രശസ്തരായ ആലിമീങ്ങളിൽ പലരും അവരെഴുതിയ കിതാബുകൾക്ക് പേര് കൊടുത്തിട്ടുള്ളത് എന്തറിയാമോ? റൗള എന്ന. റൗള, റിയാദുസ് സ്വാലിഹീൻ. ഈ റൗളയിൽ നിന്നായ വാക്കാണ് റിയാദ്. റിയാദുസ് സ്വാലിഹീൻ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു പൂങ്കാവനമാണെന്ന്. ഇസ്ലാമിലെ അറിവെന്ന് പറഞ്ഞാൽ അതൊരു തോട്ടത്തിൽ ചെന്നതുപോലെയാണ്. ഒരു തോട്ടത്തിൽ കയറിയാൽ മനോഹരമായ പൂക്കള്, സുഗന്ധങ്ങള്, കുളിർ കാറ്റുകൾ എന്തെല്ലാം ഉണ്ടാവും. ഇതുപോലെയാണ് ഒരു മുഅ്മിനിന്റെ മനസ്സ് അറിവ് കിട്ടുമ്പോഴുണ്ടാവുക. ഇന്നെന്ത് ഞാൻ പഠിച്ചു പറയുന്നത് ശരിക്കും ആലോചിക്കണം കേട്ടോ. ഇന്നെന്ത് ഞാൻ പഠിച്ചു, എനിക്ക് എന്ത് കിട്ടി? ഒരു ദിവസത്തേക്ക് ഒരായത്ത്, ഹബീബായ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ്, ഒരു വചനം, അതുമായി ബന്ധപ്പെട്ടൊരു സംഭവം, ഈ അറിവുകൾ ഇങ്ങനെ ലഭിക്കുമ്പോ നമ്മുടെ മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്ന, നമ്മൾ വിശക്കുമ്പോ, നമുക്ക് ദാഹിക്കുമ്പോ, വെള്ളോ നല്ല ഭക്ഷണങ്ങളോ കിട്ടുമ്പോ ഒരു ഉന്മേഷം കിട്ടുന്നത് പോലെ നല്ല അറിവുകൾ എപ്പോഴും നമുക്ക് ഉന്മേഷം പകർന്നുകൊണ്ടിരിക്കും. കൊണ്ടാണ് ഈ അറിവുകളോട് നമുക്ക് താല്പര്യം കൂടിയാൽ പിന്നീട് ഒരു വിഷമങ്ങളും നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കൂല. ഏത് പ്രതിസന്ധികളുടെ മുന്നിലും നമ്മൾ തോൽക്കൂല. അള്ളാഹു പറഞ്ഞില്ലേ, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ ഈമാനുള്ള ആളുകൾ, ഇൽമ ലഭിച്ച ആളുകൾ, അവരാരാന്നറിയാമോ? അവർക്ക് ദറജാത്ത്, അവർക്ക് ഇങ്ങനെ പദവി അള്ളാഹു കൂട്ടിക്കൊടുത്തോണ്ടിരിക്കും. ഒരു ശരിക്കും ആലോചിച്ച് നോക്കേണ്ടത്, ഏതെങ്കിലുമൊക്കെ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഹദീസ് 2 മിനിറ്റ് പറയുകയാണെങ്കിൽ പോലും കേട്ടിരിക്കാൻ മനസ്സില്ലാതെ നമ്മുടെ കൽബ് ഇങ്ങനെ കുടുസായി പോകുന്നുണ്ടെങ്കിൽ ഒരു വലിയ ഒരസുഖം നമ്മുടെ കൽബിലുണ്ടെന്ന്. ഒന്നും കേൾക്കാതിരിക്കുമ്പോഴാണ് വല്ലാത്ത ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അടുത്തത് സഹോദരങ്ങളെ, ഇബാദത്തുകളാണ്, ആരാധനകളാണ്. മനസ്സിനെ വല്ലാതെ മാറ്റുമെന്നാണ്, നമുക്ക് ഉൾക്കരുത്ത് തരും നമ്മുടെ ഇബാദത്തുകൾ. ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്തൊരാരെങ്കിലുണ്ടോ? പക്ഷെ അതിന് സൊല്യൂഷൻ വേണ്ടേ? അതുകൊണ്ട് ദീനില് നോക്കിയേ, നിസ്കാരം എത്ര ആസ്വാദകരമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല അസ്വസ്ഥതയും തോന്നിയാൽ, ജീവിതത്തിൽ വല്ല പ്രതിസന്ധിയും മുന്നിൽ തോന്നിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ചെയ്യുന്നറിയാമോ? ഉടനെ യാ ബിലാൽ അരിഹനാ ബിസ്സലാ. ആ ഓരോ വചനങ്ങളും നീട്ടി പറയല്ല, 10 പറയണം നമുക്ക് ഇൻഷാ അല്ലാഹ്. ആ ഭാഗം അങ്ങനെ ആലോചിച്ച് നോക്കിയാലേ വളരെ മനോഹരമാണ്. ഏത് മാനസികാവസ്ഥയും മാറും. ക്ഷീണം വരുമ്പോഴേക്ക് റസൂലുള്ള അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. യാ ബിലാൽ അഖ്ബിസ്സലാ അരിഹനാ ബിഹാ. കേട്ടോ, നമുക്ക് റാഹത്ത് കിട്ടട്ടെ, അതിനെണ്ണി പറഞ്ഞു തരുന്നുണ്ട്. ഇബാദത്തുകൾ നഷ്ടപ്പെടാൻ പാടില്ല, അത് നമുക്ക് ഉൾക്കരുത്ത് കിട്ടണം. പണ്ടൊന്നും കൂട്ടരെ നിസ്കരിക്കുന്നവർ മദ്യപിച്ചിരുന്നില്ല, നിസ്കരിക്കുന്നവർ പലിശ വാങ്ങിയില്ലായിരുന്നു, അവർ വഞ്ചന കാണിക്കുന്നവരായിരുന്നില്ല. ഇന്ന് കൃത്യമായി നമസ്കരിക്കുന്നവർ വരെ കുടുംബത്തെ ദ്രോഹിക്കുന്ന ആളുകളുണ്ട്, കൂടെയുള്ള ആളുകളെ പ്രയാസപ്പെടുത്തുന്നവരുണ്ട്, വാക്കിന് വിലയില്ലാത്ത ആളുകളുണ്ട്, ഇടപാടുകൾ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്, ഒരല്പം പോലും കരളലിവില്ലാത്ത ആളുകളുണ്ട്. എന്നാ നിസ്കാരത്തിന് ഒട്ടും കുറവില്ല. എന്താണ് അങ്ങനെ വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിൽ ഒരു അടിമയെ ആദ്യമായി വിചാരണ നടത്തുക നിസ്കാരത്തിലാണ്. വൈൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ വൈൻ ഫസദത് ഫഖദ് ഖാബ വഖസറ. ആ നിസ്കാരത്തിന്റെ കാര്യം ശരിയാണോ, അവൻ വിജയിച്ചു എന്നാണ് ഉപയോഗിച്ചത്. എങ്ങനെ 2 വാക്കാണ്. ഉയർന്ന വിജയമാണ് ഉണ്ടായത്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ പരാജയപ്പെട്ടോ, അവൻ തകർന്നുപോയി എന്നാണ്. ഇതിൽ നമ്മുടെ പ്രഭാതം എന്നത് തമാശ കളിക്കാനുള്ളതല്ലല്ലോ.
വലിയൊരു കാര്യമാണത്. എന്തൊക്കെ സംഭവങ്ങളാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപകടങ്ങള്, മരണങ്ങള്, ഓരോരോ വിഷയങ്ങൾ അവിചാരിതമായിട്ടല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് എന്തും സംഭവിക്കാവുന്ന ഒരു ലോകത്ത് ഗൗരവപൂർവമായിരിക്കണം ഓരോ ദിവസത്തിലും നമ്മൾ എഴുന്നേൽക്കുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ? ഇന്ന് എന്ത് സംഭവിച്ചൂടെ? ഇന്നത്തെ സുബഹി വരെ നമ്മൾ മുടക്കിയെന്നുണ്ടെങ്കിൽ നാളെ എന്ത് സംഭവിച്ചൂടെ? നാളെ എഴുന്നേൽക്കുമ്പോൾ ആ നമസ്കാരം മുടക്കിയാണ് നമ്മൾ എഴുന്നേൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ? അതാണ് ഈ ഗൗരവത്തിൽ സുബഹ നമസ്കാരത്തെ കണ്ടിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ പ്രശ്നങ്ങളുള്ള ലോകത്തേക്കായി ഇറങ്ങുന്നത്. നോക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നിസ്കാരം വരെ മാത്രമല്ല, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് വരെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല എന്ന ആ ഹദീസ് ഇങ്ങനെ വിശദീകരിച്ചു തരുന്ന ഓരോ ഉലമാവും ഓരോ സലഫു സാലിഹീങ്ങളും വിശദീകരിക്കുന്നത്. കാരണം അറിയാമോ? ആ 2 റക്അത്ത് കുമാ അഹബ്ബ ഇലയ്യ മിനദ് ദുനിയ ജമീഅ. 2 റക്അത്ത് നമസ്കാരത്തിന് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത സ്ഥാനം അതാണ്. കാരണം റസൂൽ അതിനെങ്ങനെ കണ്ടിരുന്നതെന്ന് അറിയാമോ? നബി കൊടുത്ത പ്രാധാന്യം ഈ 2 റക്അത്തിന് കൊടുത്ത അത്ര വേറൊരു സംഗതിക്കും കൊടുത്തിട്ടില്ല. കാരണം നമ്മുടെ ഈമാനികമായ ജീവിതം അതിലുണ്ട്. 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനെ, 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. 1ാമത്തത് എന്താണെന്നറിയാമോ? അത് ആമന ബിറബ്ബിഹി, റബ്ബിലുള്ള ഈമാനാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന്, എനിക്ക് എന്റെ ദീന്. 2ാമത്തത് ഏതാണ്? സൂറത്ത് ഇഖ്ലാസിലൂടെ ഞാൻ എന്റെ റബ്ബിനെ തിരിച്ചറിയുകയാണ്. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ സുബഹ് നമസ്കാരത്തിന് ശേഷം വരെ നമസ്കരിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂല് മൗനാനുവാദം കൊടുത്തിട്ടുണ്ടെന്ന് വരെ നമുക്ക് ചില സംഭവങ്ങൾ കാണാം. അവർ എന്നിട്ട് ഒഴിവാക്കിയിരുന്നില്ല. നിങ്ങൾ നോക്കിയ മനസ്സമാധാനം പടച്ചോൻ തരേണ്ടതാണല്ലോ. ഇന്നത്തെ നമ്മുടെയൊക്കെ കൗമിന്റെ ഒരു കഥ ആലോചിച്ചു. നട്ടപ്പാതിരക്ക് ഞാൻ കളി കാണണ്ടെന്നല്ല, ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളൊന്നുമല്ല. അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ റസൂൽ ആരാ? നമ്മളെ റോൾ മോഡൽ ആരാ? എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ അത്ര ഗാഢമായ ആവേശം യൂറോപ്യൻ നാടുകളിൽ പോലും കാണൂല. ലക്ഷക്കണക്കിന് ഫ്ലക്സുകൾ അടിച്ച് എത്ര ഒരു മനുഷ്യനെ സഹായിക്കാൻ ചിലപ്പോൾ ഒരു ഉറുപ്പിയും കൂടി കൊടുക്കാത്തവരായിരിക്കും. എത്ര പണം ആ നിലയ്ക്ക് ഇങ്ങനെ പോവുക. ഞാൻ കുറ്റം പറഞ്ഞൊന്നും ഒരിക്കലും തോന്നരുത്. നമ്മൾ ചിന്തിക്കേണ്ടെന്നറിയോ? നമ്മൾ എവിടെയെന്നും കൂടി ആലോചിക്കുക. നമസ്കാരം മുടക്കിയാണ് ഒരു ദിവസം നമുക്ക് തുടങ്ങുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ പേടിക്കണം. അതാണ് നമുക്കൊരു സമാധാനം കിട്ടാതിരിക്കാനുള്ള കാരണം കൂടി തിരിച്ചറിയുക. 5ാമത്തേത് സഹോദരങ്ങളെ, ദിക്റാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന ദിവസവും ആ അള്ളാഹുവിനെ ഓർക്കാത്ത, ദിക്ർ ചൊല്ലാത്ത ദിവസവും അത്രമേൽ വ്യത്യസ്തമാണ്. ദിക്റിന്റെ വിപരീതം എന്തറിയാമോ? വഫലത്താണ്, അശ്രദ്ധയാണ്. അശ്രദ്ധമായ ഒരു ജീവിതം എന്നത് വല്ലാത്തൊരവസ്ഥയാണ്. അവർക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല. ഒരു കാര്യങ്ങളിലും ശ്രദ്ധിക്കാതെ, ലക്ഷ്യമില്ലാതെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ ഉദാഹരണമാണ്, ഉപമയാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നറിയാമോ? മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മിസ്ലൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹുവിനെ ഓർക്കുന്നവനും അല്ലാഹുവിനെ ഓർക്കാത്തവനും ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനെ പോലെയുമാണ് എന്നാണ്. ദിക്റിൽ മനസ്സിനെയാണ് പരിഗണിക്കുന്നത്. ഇതിനെ പരിഗണിച്ചാൽ ഏത് സമയത്തും അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾക്ക് ദുഃഖകരമായ വല്ല വാർത്തകളും കേൾക്കുമ്പോ മനസ്സിൽ അവിടെ റോളുണ്ട് കേട്ടോ. സന്തോഷകരമായത് കേൾക്കുമ്പോഴും റോളുണ്ട്. ഇത് കെടാതെ നടത്തണം. അതാണ് ഇൻഷിറാഹു സദ്ർ എന്ന് പറഞ്ഞാൽ. പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സൊല്യൂഷൻ വേണ്ടേ? നമ്മുടെ പ്രശ്നങ്ങൾ എവിടെയാണ് പരിഹരിക്കപ്പെടുക? ദിക്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. ദിക്ർ കറക്റ്റ് ആണോ? നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ശരിയാക്കി തരും. ഇതി പറയാൻ സമയമല്ല. എന്തെല്ലാം പ്രശ്നങ്ങളാ ജീവിതത്തിലുള്ളത്. സൂറത്ത് നൂഹിൽ ഒരു വാക്കില്ലേ? ഒന്നാമത്തെ മുർസൽ പറയാണ്, ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക.
എന്നാൽ ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, യഥേഷ്ടം മഴയുണ്ടാവും. ഇസ്തിഗ്ഫാർ നടത്തിയാൽ അതിന്റെ ഗുണം പരലോകത്ത് മാത്രമല്ല ദുനിയാവിൽ കിട്ടും. ഈ മാസത്തില് 40% മഴ കുറവാണെന്നാ പറയുന്നത്. ഇവിടെ 1.25 നൂറ്റാണ്ടിന് മുമ്പ് വന്ന വലിയ പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകന്മാര് ആ രംഗത്ത് പറയുന്നത്. അള്ളാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം മഴയാണ്, വെള്ളാണ് എല്ലാത്തിനെയും നിലനിർത്തുന്നത്. അള്ളാഹ് പറഞ്ഞ ഇസ്തിഗ്ഫാർ നടത്തിക്കോ, എന്നാൽ യഥേഷ്ടം വെള്ളം തരും. വയംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. മക്കളെ തരും, സമ്പത്ത് തരാം, ബിസിനസ് ശരിയാക്കി തരാം. എന്ത് വേണം? അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു മാസം തുടർച്ചയായി ഒന്ന് രാവും പകലും ഒഴിവിട്ടുമ്പോഴൊക്കെ ഒന്ന് ചൊല്ലി വെക്കിയിട്ട് ഒരനുഭവം വന്ന് പറഞ്ഞു തരുന്നുണ്ട്. മുമ്പത്തെ അവസ്ഥയാണോ അതോ ഇപ്പോഴുണ്ടാകുന്ന അവസ്ഥയാണോ, വല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ജീവിതത്തിലെ എന്തെല്ലാം പ്രശ്നങ്ങള്, നമ്മൾ തളർന്നു പോണ രംഗങ്ങളില്ലേ, തോന്നലുണ്ട് ആരുടെ മുമ്പിൽ നമ്മളൊന്ന് കരയുക. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ഉപ്പാനും ഉമ്മാനെയും കൂടി അള്ളാഹു തിരിച്ചു വിളിച്ചു വരാണെന്നുണ്ടെങ്കിൽ, ഉമ്മ ഉണ്ടെങ്കിൽ ഒന്ന് സങ്കടം പറയായിരുന്നു. ആ വെളിച്ചത്തിന്റെ മുമ്പിൽ ചെന്നിരുന്ന് പറഞ്ഞാൽ കരയണ്ട, ചെന്നിരുന്നാ മതി. അവരെ കൂടി തിരിച്ചു വിളിച്ചൊരവസ്ഥയാണെങ്കിൽ, ആ വിളക്കം കിട്ടുപോയെങ്കിൽ ഒന്നും വേണ്ടെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് മനസ്സൊന്നിങ്ങനെ തുറക്കുക. തുറന്നാൽ അള്ളാഹു നമ്മളെ വിജയിപ്പിക്കും, ഒരു സംശയം വേണ്ട. അതാണ് ദിക്റ് എന്ന് ഞാൻ പറഞ്ഞത്. അടുത്തത് അൽ ഇഹ്സാനു ഇലാ ഇബാദില്ലാഹ്, അള്ളാഹുവിന്റെ അടിമകൾക്ക് സൽപ്രവർത്തനങ്ങൾ ചെയ്യുക. ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്ത് അത് ചെയ്ത് കഴിയുമ്പോഴേക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വലിയ വലിയ നന്മകൾ ചെയ്യുന്ന ആളുകൾ, ഓരോ ദിവസവും ചെയ്യുന്ന ആളുകൾ, ആയിരങ്ങൾ ചെലവഴിക്കുന്ന ആളുകൾ, അവർക്ക് എന്തോ ഒരു സുഖായിരിക്കും അവരുടെ മനസ്സിനുണ്ടാവുക. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പഠിപ്പിക്കുകയാണ്, ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. അങ്ങനെ ഇതൊരു വലിയൊരു ഹദീസാണ്. ഒരാളുടെ പ്രയാസത്തെ നമ്മൾ നീക്കം ചെയ്താൽ, അതിനുവേണ്ടി നമ്മൾ സഹായിച്ചാൽ, നമ്മളുടെ പ്രയാസങ്ങളെ നമ്മൾ അറിയാതെ അള്ളാഹു നീക്കിത്തരും. ഒരാളുടെ ന്യൂനതയെ നമ്മൾ മറച്ചു വെച്ചാൽ, നമ്മുടെ ഒരുപാട് ന്യൂനതകൾ നമ്മൾ അറിയാതെ അള്ളാഹു മറച്ചു വെക്കും. എനിക്ക് തോന്നലുണ്ട് ചില ആളുകളുടെയൊക്കെ രോഗവിവരങ്ങൾ അറിയുമ്പോ, അങ്ങനത്തെ രോഗമൊക്കെ പഠിച്ചനെ നമുക്കുണ്ടല്ലോ അല്ലെ. എനിക്ക് ചില സമയത്ത് അയാൾ പറഞ്ഞു എനിക്ക് നിൽക്കാൻ വയ്യ, അതേ അസുഖം ചിലപ്പോ അമ്മക്കൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. നമ്മളെ പഠിച്ചു അങ്ങനെ എനിപ്പിച്ച് നടക്കുന്നില്ലേ? എന്തിന്റെ ബലമായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇടക്കൊക്കെ അങ്ങനെ ശാന്തമായി ആലോചിച്ച് നോക്കുക. ഓരോ നന്മകളും മനസ്സിന്റെ സന്തോഷങ്ങളെ, ശക്തിയെ, മനസ്സിന്റെ വിശാലതയെ പരിപോഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പഠിച്ചോട് എപ്പോഴും വേണം, കിട്ടിയ ഒരവസരവും നഷ്ടപ്പെടുത്താതെ നന്മകൾ ചെയ്യണം. ഏഴാമത്തത് അശ്ശജാഅ, ധൈര്യമാണ്. ധൈര്യം. ഒരു മുഅ്മിൻ എപ്പോഴും ധൈര്യശാലിയായിരിക്കണം. നമ്മൾ ഭീരുക്കളായി ജീവിച്ച് പേടിയോടുകൂടി ജീവിക്കേണ്ട ആളുകളല്ല. ഭയമുള്ള ഏതൊരവസ്ഥയും മനസ്സിനെ പരിക്ക് നൽകുന്ന അവസ്ഥയാണ്. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഒരാൾ പരമാവധി പേടിക്കേണ്ടത് എന്തിനെയാണ്? ഒരു മനുഷ്യൻ എന്തിനാ പേടി? മരണത്തെയാണല്ലോ പേടി. മരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് മരിക്കുന്നത് എന്തിനാ? നമ്മൾ ഇത്രയും കാലം ദുനിയാവിൽ എന്തിനാണോ അധ്വാനിച്ചത്, അതിന്റെ കൂലി അല്ലാഹു തരാൻ പടച്ചവന്റെ അടുക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ലേ? നമ്മൾ ഇവിടുത്തെ പോണ്, നമ്മൾ ആരുടെ മുതലാ? നമ്മൾ അപ്പന്റെ മുതലല്ലേ? നമ്മൾ അള്ളാന്റെ അടുത്തേക്ക് പോവല്ലേ? ധൈര്യമായിരിക്കണം. ദുഃഖം, ഭയം എല്ലാം ഉണ്ടാകാം, പക്ഷെ പേടിക്കരുത്. ലോകത്തെന്ത് സംഭവിച്ചാലും അള്ളാഹു വിചാരിച്ചാണ് നടക്കുക. നമ്മൾ നമ്മുടെ ദൗത്യങ്ങൾ ചെയ്യുക. എട്ടാമത്തത് സഹോദരങ്ങളെ, ഇബ്ആദു അദ്വാഇൽ ഖുലൂബി വസ്ഖാമിഹ, മനസ്സിന് ഒരുപാട് രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളെ അകറ്റി നിർത്തുക. ഏതാണെന്നറിയോ ആ രോഗം? മനസ്സിന് വരുന്ന ചില രോഗങ്ങള്: അസൂയ,
പക, വിദ്വേഷം, പോര്, ദേഷ്യം, വെറുപ്പ്, അങ്ങനെ കുറെ എണ്ണം ഇതൊക്കെ ഒരേ കൂടപ്പറപ്പുകളാണ്. സത്യത്തിൽ നമ്മൾ വെറുതെ മറ്റുള്ളവരോട് വേണ്ടാത്തത് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ലാഭം കിട്ടുക? നമ്മുടെ മനസ്സ് നീറുക എന്നല്ലാതെ നമുക്ക് വിധിച്ചത് വരും എന്ന് നമ്മൾ വിചാരിച്ചാൽ പോരെ. മറ്റുള്ളവർക്ക് വല്ല നേട്ടങ്ങളും ഉണ്ടായാൽ ആ നേട്ടത്തിൽ നമ്മൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? ആ അസ്വസ്ഥപ്പെടുന്നോണ്ട് അയാൾക്ക് എന്തെങ്കിലും നഷ്ടം വരും? ഒന്നും വരൂലല്ലോ. നമ്മളല്ലേ രോഗികളാകാം. അതുകൊണ്ട് തന്നെയാണ് 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബാക്കി നമ്മുടെ ജീവിതത്തിൽ വരുന്നതൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരാൻ സാധ്യതയുണ്ട്. സ്വർഗം തരാതിരിക്കില്ല. ഹബീബായ റസൂൽ നമ്മളെ പഠിപ്പിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞറിയോ? 1 ശിർക്ക് ചെയ്യാതെ മരിക്കുക. 2 ശിർക്കിനോട് സമാനതയുള്ള ബന്ധപ്പെട്ട ഒന്നാണ് ഏതെങ്കിലും കാഹിനിന്റെ കണക്ക് നോട്ടക്കാരൻ ഒരു ജ്യോത്സ്യന്റെ അടുക്കൽ പോവുക. അയാൾ പറയുന്നത് അല്ലെ അങ്ങനെ പോവാതിരിക്കണം, വിശ്വസിക്കാതിരിക്കണം. പക്ഷെ ഇതിന്റെയൊക്കെ വിശ്വാസങ്ങൾ പല നിലയ്ക്കായിട്ടൊക്കെ ആ ശിർക്കിന്റെ അംശങ്ങൾ നമുക്ക് വരാം. ഈ 2 ശിർക്കും മാറ്റി വെച്ചിട്ട് അടുത്തത് എന്താ പറഞ്ഞറിയോ? വലം യഹഖദ് അലാ അഖീഹിൽ മുസ്ലിം, തന്റെ സഹോദരനോട് പകയില്ലാത്ത ഒരു മനസ്സ് നമുക്കുണ്ടാവുക. പകയില്ലാത്തൊരു മനസ്സുണ്ടാവുക. അത് ഉണ്ടാകാതിരിക്കാനാണ് അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞത്, കയ്യൊടുക്കാൻ പറഞ്ഞത്, സലാം പറയാൻ പറഞ്ഞത്, എന്റെ സുഹൃത്തിന്റെ അസാന്നിധ്യത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എന്തല്ലാണ്ട് ഇങ്ങനെ വന്നിരിക്കാൻ നിങ്ങൾ പുറത്ത് വേറെ സമൂഹത്തിൽ ചിന്തിക്ക്. അവർക്ക് ഇങ്ങനെ വന്നിരിക്കാൻ കഴിയൂലല്ലോ. അതല്ലേ നമ്മുടെ പ്രത്യേകത. ഈ പ്രത്യേകതയെ വളർത്തണം. 9ാമത്തേത് നമ്മുടെ മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക. ആവശ്യമില്ലാത്തത് കേൾക്കാതിരിക്കുക, ആവശ്യമില്ലാത്തത് കാണാതിരിക്കുക, പറയാതിരിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആവശ്യമില്ലാത്തത് പറഞ്ഞും കേട്ടുമാണ് കണ്ടാണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടുന്ന് സമാധാനം ഉണ്ടാവാനാ? അതാണ് നമുക്ക് ആവശ്യമില്ലാത്തത് ഉപേക്ഷിച്ചാൽ അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും മനോഹാരിത. അതുകൊണ്ട് നമ്മുടെ ദൗത്യം നിർവഹിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പം പുലർത്തി മുന്നോട്ട് പോകണം. എങ്കിൽ 2 ലോകത്തും സമാധാനമാണ്. മനസ്സമാധാനമാണ് ഏറ്റവും അമൂല്യമായത്. അത് ചോദിച്ച് അതിനു വേണ്ട കർമ്മങ്ങൾ ചെയ്ത് നീങ്ങുക. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അവൻ തുണക്കുമാറാണ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിന മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, 10ാമത്തെ ഒരു വിഷയം, ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചത് ഹബീബായ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ, കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ എത്ര സന്തോഷവാനായിരുന്നു. അതുകൊണ്ട് നബിയുടെ ജീവിതം എത്ര കണ്ട് ഒരാൾ അനുധാവനം ചെയ്യുന്നുവോ അയാൾ അത്രയും സന്തോഷവാനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളുടെ ആ റസൂലിന്റെ സുന്നത്തായി നമുക്ക് കിട്ടിയതെല്ലാം ഓരോന്നോരോന്നായി നമ്മൾ ചെയ്തു നോക്കുക. ഉറപ്പാണ് ജീവിതത്തിൽ സന്തോഷം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചതെല്ലാം നമുക്കും ആസ്വദിക്കാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അതാണ് 10ാമത്തെ സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വളരെ ലളിതമാണ്, വളരെ പ്രായോഗികമാണ്. ഞാനത് ബയാൻ ചെയ്യില്ല. അവിടെ ഇത്രയും സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഒന്ന് ചെറുതായി ശ്രമിച്ചു നോക്കിയേ. എന്നിട്ട് നമ്മള് ഖുർആനിന്റെ വെളിച്ചം തരണേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കാരണം ഖുർആന്റെ ബയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. നമ്മൾ എങ്ങനെ തേടേണ്ടെന്ന് അറിയാമോ? അല്ലാഹുമ്മ ജഅലിൽ ഖുർആനൽ അലീമ. ഇതിന്റെ കൂടെ നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ജഅലിൽ ഖുർആനൽ അലീമ റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഅദ്നാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ,
ഈ വിശുദ്ധമായ ഖുർആനിന്റെ ആ വെളിച്ചം കൊണ്ട്, ആ വെളിച്ചത്തെ ഖുർആനിനെ എന്റെ കൽബിന്റെ വസന്തമാക്കണം, എന്റെ നെഞ്ചകത്തെ വെളിച്ചമാക്കണം. എന്റെ ദുഃഖവും എന്റെ സങ്കടങ്ങളും എന്റെ എല്ലാ നൊമ്പരങ്ങളും ഈ ഖുർആൻ കൊണ്ട് ഇല്ലാതാക്കണം. ഖുർആനുമായിട്ട് ചെറിയൊരു ബന്ധം കൂടി ഉണ്ടായാൽ അൽഹംദുലില്ലാ നമ്മളാണ് ലോകത്തെ ഏറ്റവും മഹനീയമായ ഭാവമുള്ള ആളുകൾ. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് മനസ്സമാധാനമാണ്. ആ സമാധാനം അള്ളാഹുവിന്റെ ദീനിലേക്ക് നമ്മൾ കയറിയാൽ നമുക്ക് അള്ളാഹു ഓഫർ ചെയ്യുന്നത് ഒന്നാമത്തെ സംഗതി അതാണ്. അതുകൊണ്ട് നല്ല ഒരു മുസ്ലിം ആവുക, അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുക. പടച്ചറപ്പ് അതിനുള്ള സൗഭാഗ്യം തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. സകലമാന മുസീബത്തുകളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന്, ബേജാറുകളിൽ നിന്ന്, മനപ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. മനസമാധാനമുള്ള സന്തോഷമുള്ള ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, നിന്റെ മഹത്തായ ഖുദ്റത്ത് കൊണ്ട്, നിന്റെ ഫളില് കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട് ആ രോഗങ്ങൾക്കൊക്കെ അത്ഭുതകരമായ വിധത്തിലുള്ള ശിഫ നൽകി, ആശ്വാസം നൽകി ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണമേ, തുണക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ആഫിയത്തുള്ള സന്തോഷമുള്ള ജീവിതം അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലം അത്രയും നിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടെ ഈമാനിന്റെ വഴിയെ മനസമാധാനത്തോടെ മുന്നേറാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭക്ഷണത്തിൽ, ഞങ്ങളുടെ റിസ്ക്കിൽ, ഞങ്ങളുടെ ആരോഗ്യത്തിൽ, ഞങ്ങളുടെ കർമ്മങ്ങളിലൊക്കെ നീ ഞങ്ങൾക്ക് ആഫിയത്തും ബർക്കത്തുമുള്ള സാഹചര്യം തന്ന് തുണക്കണമേ റഹ്മാനെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളോടൊന്നിച്ച്, മാതാപിതാക്കളോടൊന്നിച്ച് നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഈ പ്രാർത്ഥന നീ ഖബൂൽ ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا